സ്ഥലത്ത് ഡോണിയർ വിമാനവും തെരച്ചിൽ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനമാണ് തെരച്ചിലിനായി എത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി MP ദേവൻ ചേരുകയാണ്. ദേവൻ, വലിയ വിമർശനമൊക്കെ ഉയർന്നു. ഏറ്റവും ഒടുവിൽ അത് തെരച്ചിൽ കാര്യക്ഷമമായി ഇപ്പോൾ നടക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? രജീഷ്, ഇപ്പോൾ വീണ്ടും സ്കൂബ ടീം അംഗങ്ങളുടെ തിരച്ചിൽ വീണ്ടും മുതലപ്പുഴയിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 അംഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ തന്നെ സ്കൂബ ടീം അംഗങ്ങളുടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനവും ഇവിടെ ഇപ്പോൾ തിരച്ചിലിനായി എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ തിരച്ചിൽ ഊർജിതമായി തന്നെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ സർക്കാർ സംവിധാനങ്ങളുടെ തീരുമാനം. നേരത്തെ കുടുംബം നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ നേവിയുടെ അടക്കം സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ നേവിയുടെ തിരച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇവിടുത്തെ തിരച്ചിലിനായി ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടില്ല. പക്ഷേ കാലാവസ്ഥ കൂടുതൽ അനുകൂലമാകുന്ന സ്ഥിതിക്ക് നേവിയുടെ തിരച്ചിൽ കൂടി ഇവിടെ സാധ്യമാക്കും. നേരത്തെ വിഴിഞ്ഞത്ത് ഈ പറയുന്ന പോലെ തന്നെ നേവിയുടെ സഹായം തേടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും ഈ സ്കൂബ ടീം അംഗങ്ങൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴ മൂലം ഈ ഇവിടുത്തെ മണ്ണ് ഇളകിക്കിടക്കുകയാണ്. കടലിന്റെ അടിത്തട്ടിലെ മണ്ണ് ഇളകി കിടക്കുന്നതിനാൽ തന്നെ ഈ സ്കൂബ ടീം അംഗങ്ങൾക്ക് അവരുടെ കാഴ്ച മറയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ രാവിലെ 1 മണിക്കൂർ തിരച്ചിൽ നടത്തിയ ശേഷം അവർ തിരികെ കരയിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും 2 പേരുടെ സംഘമാണ്, സ്കൂബ ടീം അംഗങ്ങളുടെ സംഘമാണ് ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ അപകടം നടന്ന സമയത്ത് ഷിജിനെ കാണാതായെന്ന് കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായും ഈ തിരച്ചിൽ നടക്കുന്നത്. മറ്റൊന്ന്, ഇവിടെയുള്ള ഈ പാറക്കെട്ടുകൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിലിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഈ കാണാതായ സാഹചര്യങ്ങളിൽ മുൻപ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സമയങ്ങളിൽ പലപ്പോഴും ഈ തിരച്ചിൽ ചെന്ന് അവസാനിക്കുന്നത് ഇവിടെയുള്ള ഈ പാറയിടുക്കുകളിലേക്കാണ്. അവിടെയാണ് പലപ്പോഴും ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കരയ്ക്ക് സമീപം കാണുന്ന പാറക്കെട്ടുകളിലേക്ക് കൂടി അവിടേക്ക് കൂടുതൽ അടുത്ത് ചെന്നുകൊണ്ട് ഈ തിരച്ചിൽ നടത്താനാണ് സംഘം ഉദ്ദേശിക്കുന്നത്. പക്ഷേ കടലിൽ നിന്നുള്ള തിരമാലകൾ അതിന് ചെറിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുതലപ്പുഴയിൽ തീരുമാനം. അത്തരത്തിൽ കൂടുതൽ ശരി ദേവൻ, എന്തായാലും ആ തെരച്ചിൽ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്.